ഈ നോമ്പ് കാലം കഴിഞ്ഞു. നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തു. കൃത്യമായിട്ട് ആരോഗ്യമൊക്കെ നോക്കി. ചിലപ്പോൾ പല ആളുകളും തടി കുറയ്ക്കണം എന്നുള്ള ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നു. പക്ഷെ നോമ്പ് കാലം കഴിഞ്ഞ് നമ്മൾ വീണ്ടും പഴയ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഇത്രയും കാലം ശീലിച്ച ഒരു ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ വിട്ട് വീണ്ടും പോകുന്നു. അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടാവുന്നുണ്ടോ? ശരിക്കും അതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റപ്പ് റെഡിയാക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്താവണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. നോക്കൂ, ഇത്രയും നല്ലൊരു ചാൻസ്, ഇത്രയും സഫറിങ്സ് ഒക്കെ വെച്ച് 14 മണിക്കൂർ പട്ടിണിയും കിടന്ന് തടിയൊക്കെ കുറച്ചിട്ട് നമുക്കൊരു കൺട്രോൾ ഇല്ലാതെ നെക്സ്റ്റ് ഡേ തിന്നാൽ നമ്മൾ അതേപോലെയാവും. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റപ്പ് നമ്മൾ മാറ്റണം. നോക്കൂ, ഇത്രയും ബോഡി വെയിറ്റ് എനിക്ക് വരുമ്പോൾ എനിക്ക് ഇന്നെ ഇപ്പോൾ ആളുകൾക്ക് ഹെൽത്ത് കോൺഷ്യസ് നമ്മൾ പറയുന്ന പോലെ ഒന്നുമല്ല. ഞാൻ അതെ. ഒബേസിറ്റി ആണോ, എനിക്കെന്താ എൻ്റെ BMI എന്താണ്, ഞാൻ എത്ര കാലറി കഴിക്കണം എന്നൊക്കെ അറിയുന്ന ജനറേഷനാണ് വരുന്നത്. അപ്പോൾ അവരുടെ മുന്നിൽ അവർക്കറിയാം ഇത് കഴിഞ്ഞാൽ എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ബോധർ ചെയ്യേണ്ട. സാധാരണഗതിയിൽ അത് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ എന്തും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ എന്ത് ഒരു ആരോഗ്യ മേഖലയിൽ എന്തെടുക്കുകയാണെങ്കിലും നമ്മളത് ട്രെയിൻ ചെയ്ത് നമ്മൾ അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രോബ്ലമാണ് അത്. ഡോക്ടർ, പലതരത്തിലുള്ള ഫുഡ് കഴിക്കണം. കാർബോഹൈഡ്രേറ്റ്സ് വേണം, ഫൈബർ വേണം, പ്രോട്ടീൻ വേണം, ഇതൊക്കെ വേണം. അപ്പോൾ ഒരു സമീകൃതമായ ആഹാരത്തിനെ പറ്റിയുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ ഉണ്ടാകും? അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകും? സാധാരണഗതിയിൽ നമ്മൾ ഒരു വ്യക്തിക്ക് ശരിക്ക് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടാണ്. ശരിക്കും ഒരു പ്രായമുള്ള ഒരാൾ ഇന്നത് കഴിക്കണം, ഒരു സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് ലോകത്ത് എവിടെയില്ല. നമ്മൾ വിചാരിക്കില്ലേ, ഒരു ഫിനാൻഷ്യലി നല്ല സൗണ്ട് ഒരാൾ, അയാൾക്കൊരു സൂപ്പർ ഫുഡ്, അയാൾ അത് മാത്രം അങ്ങനെയില്ല. ശരിക്കും അങ്ങനെ സംഭവമില്ല. വ്യക്തിപരമായിട്ട് വ്യത്യാസപ്പെടും. അപ്പോൾ ഒരു കുട്ടി നോമ്പ് എടുത്തിട്ട് അവൻ കഴിക്കുന്നതും ഒരു പ്രമേഹമുള്ള ഒരു പ്രഷറുള്ള ആൾ കഴിക്കുന്നതൊക്കെ വ്യത്യസ്തമായിരിക്കും. എനിവേ ജനറലി നമ്മൾ പറയുന്നത് വെച്ചാൽ കരിച്ചതും പൊരിച്ചതൊക്കെ ഇല്ലത് അത് കഴിവിൻ്റെ പരമാവധി കുറക്കുക. ജ്യൂസ് കുടിക്കുന്നതിന് പകരം ഫ്രൂട്ട്സ് കഴിക്കുക. അത് ജ്യൂസാക്കി കഴിക്കേണ്ട. ജ്യൂസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ജ്യൂസാക്കിയിട്ട് അതിൽ ഷുഗർ ഇട്ടിട്ട് ശരിക്കും ശരീരം ഒന്നിച്ച് അബ്സോർബ് ചെയ്യും. നമ്മൾ പറയും പഞ്ചസാര വൈറ്റ് പോയിസൺ ആണെന്ന് പറയില്ലേ, ശരിക്കും പഞ്ചസാര അപകടം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതിൽ ജ്യൂസിലിട്ട് കുടിക്കുന്നത്, അതിന് പകരം നമ്മൾ ആ ഫ്രൂട്ട്സ് കഴിക്കാം, വെള്ളം നന്നായിട്ട് കുടിക്കാം. ഫുഡ് അയാളുടെ ശരീരത്തിന് എന്താണോ അത് ഞാൻ പറയാം വ്യക്തിപരമായിട്ടായിരിക്കുന്നു. ഒരാൾ നല്ല തടിയുള്ള ഒരാളാണ്, അയാളോട് നമ്മൾ ഇനിയും കുറച്ചുകൂടെ മട്ടനും എല്ലാം കൂടെ കഴിക്കണമെന്ന് പറയാം. അയാൾ എന്ത് ചെയ്യണം? മാക്സിമം ഭക്ഷണം കുറക്കണം. അവിടെ അയാൾ കാർബോഹൈഡ്രേറ്റ് അടക്കം കുറച്ചിട്ട് അവിടെ അയാൾ കഴിക്കേണ്ട മില്ലറ്റ്സ് ആണ്, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാത്ത, ശരീരം കുറച്ച് മാത്രം അബ്സോർബ് ചെയ്യുന്ന ഫുഡാണ് കഴിക്കേണ്ടത്. അതേ സമയത്ത് ഒരു ബോഡി അത്ര വീക്കാണ്, ആരോഗ്യം കുറവാണ്, അങ്ങനത്തെ ഒരാൾക്ക് നല്ല ഫുഡ് തന്നെ കൊടുക്കണം. അയാൾ പകൽ പട്ടിണി കിടന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് പ്രോട്ടീനുള്ള ഡയറ്റ് തന്നെ കൊടുക്കണം. നമ്മളൊക്കെ സാധാരണഗതിയിൽ ഒരു 30-35 ഗ്രാമേ നമ്മൾ കഴിക്കുന്നുള്ളൂ. അത് പോരെ ശരിക്കും. പണ്ട് പ്രോട്ടീനീഷ്യസ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോഴിമുട്ട മാത്രമാണ് ആൾക്കാരുടെ കൺസെപ്റ്റ്. മെയിൻ പ്രോട്ടീൻ എന്താ വെച്ചാൽ കോഴിമുട്ട എന്ന് പറയാം. അങ്ങനെയല്ല, നോൺ വെജിറ്റേറിയനിൽ എല്ലാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്. ശരിക്കും പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് പ്രോട്ടീൻ പൗഡർ എക്സ്ട്രാ കൊടുക്കണം. പാലൊരു പ്രധാന ഘടകം തന്നെയാണ്. പക്ഷേ പാലിന് അലർജിയുള്ള ആളുകളുണ്ടാവും. ആ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഫുഡ് ചില ആളുകൾക്ക് വേണ്ടി വരും. അപ്പോൾ ഒരു സ്പെസിഫിക് ഫുഡ് ഇയാൾക്ക് നോമ്പുള്ളതാണ് അല്ലെങ്കിൽ ഇന്ന ഫുഡാണ് എന്ന് പറഞ്ഞ ഒരാൾക്കും ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അത്